പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള വിനീതമായ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത ദൈവത്തിന് സ്തോത്രം കരയറ്റുവാനും ഇന്നേ ദിവസം ദൈവം നമ്മളിലൂടെ സമൂഹത്തിന് പ്രചോദനം നൽകത്തക്കവണ്ണം ജീവിപ്പാൻ കൃപ പ്രാപിക്കേണ്ടതിനായും നമുക്ക് ദൈവരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക് പോയി ഏതാനും മാസങ്ങളിലേക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. ഇതറിഞ്ഞ എച്ച്.എം. സ്റ്റാൻലി അദ്ദേഹത്തെ അന്വേഷിച്ചു പോയി. ലിവിങ്സ്റ്റണോടൊപ്പം ചില നാളുകൾ ചെലപ്പെട്ടു. അതേക്കുറിച്ച് സ്റ്റാൻലി ഇപ്രകാരം എഴുതി: ഞാനാണ് ലണ്ടനിലെ ഏറ്റവും വലിയ നിരീശ്വരവാദി എന്ന ധാരണയോടെയാണ് ഞാൻ ലിവിങ്സ്റ്റണിനെ തേടിപ്പോയത്. എന്നാൽ ഏകാന്തനായ ആ വൃദ്ധനെ കണ്ടെത്തിയപ്പോൾ നിരവധി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുയർന്നു. അദ്ദേഹം എന്തിനാണ് ജീവിക്കുന്നത്? അദ്ദേഹത്തിന് ഭ്രാന്താണോ? എന്താണ് അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കുവാൻ പ്രചോദനം നൽകുന്നത്? എന്നാൽ ബൈബിൾ പ്രമാണങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് ഈ മനുഷ്യൻ ജീവിക്കുന്നത് ഞാൻ കണ്ടു. ദൈവസ്നേഹവും കരുണയും ത്യാഗവും താഴ്മയും പകരപ്പെടുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. തൻ്റെ ശുശ്രൂഷയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലാക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ഞാൻ ക്രിസ്തുവിങ്കിലേക്ക് രൂപാന്തരപ്പെട്ടു. പ്രശസ്തനായ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന മിഷണറിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ട ശ്രദ്ധേയമായ ജീവിതശൈലി, ദൈവസ്നേഹം, താഴ്മ, വിനയം, അത് ജനങ്ങൾക്ക് പകരപ്പെടുന്നതും കണ്ട് ക്രിസ്തുവിങ്കിലേക്ക് രൂപാന്തരപ്പെട്ട ഒരു നിരീശ്വരവാദിയെക്കുറിച്ചുമാണല്ലോ നമ്മൾ കേട്ടത്. എവിടെ ദൈവസ്നേഹം ഉയർത്തിപ്പിടിക്കുമോ, എവിടെ ക്രിസ്തുവിൻ്റെ മഹാത്മ്യം ഉയർത്തിപ്പിടിക്കുമോ, അവിടെ രൂപാന്തരത്തിൻ്റെ ശക്തി വ്യാപരിക്കും എന്നത് നിസ്തർക്കമാണ്. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ ഏറ്റവും പ്രശസ്തമായ, മിക്ക ദൈവമക്കൾക്കും അറിവുള്ള എന്ന് ഞാൻ ധരിക്കുന്നു ഒരു അധ്യായമാണ് 13-ാം അധ്യായം. കാരണം സ്നേഹം, ഉദാത്തമായ സ്നേഹം എന്താണ് എന്ന് വരച്ചു കാട്ടുന്ന ഒരു അധ്യായമാണല്ലോ 13-ാം അധ്യായം. 12-14 അധ്യായങ്ങൾ അപ്പോസ്തലനായ പൗലോസ് കൃപാവരങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും അവിടെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുമ്പോൾ തന്നെ ആ 2 അധ്യായങ്ങൾക്ക് നടുവിൽ സ്നേഹത്തെക്കുറിച്ച്, ഉദാത്തമായ സ്നേഹം എന്താണെന്നും 12-14 അധ്യായങ്ങളിൽ വിവക്ഷിക്കപ്പെടുന്ന കൃപാവരങ്ങളും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും പറയുമ്പോൾ തന്നെ അതിന് മധ്യത്തെ കുറിച്ചിരിക്കുന്ന ഈ അധ്യായം ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കൃപാവരങ്ങൾ അനുഗ്രഹമാണ്, അത് പൊതുപ്രയോജനത്തിനുള്ളതാണ്. എന്നാൽ കൃപാവരങ്ങൾ അത് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി ഉപയോഗിക്കപ്പെടുമ്പോൾ, നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ. അത് ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും കൃപാവരങ്ങൾ നാം കൈകാര്യം ചെയ്യുമ്പോൾ, സ്നേഹാധിഷ്ഠിതമായി ആ കൃപാവരങ്ങൾ നിവർത്തിക്കപ്പെടുമ്പോൾ മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ, അത് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അപ്പോസ്തലൻ ഇവിടെ കുറിക്കുകയാണ്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. നോക്കൂ, സ്നേഹാധിഷ്ഠിതമായ നിലയിൽ കൃപാവരങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണം. ത്യാഗോജ്ജലമായി എന്ത് നാം ചെയ്താലും, മനുഷ്യരുടെയും ദൂതന്മാരുടെ ഭാഷയെ സംസാരിച്ചാലും, സകല ജ്ഞാനവും സകല മർമ്മവും ലഭിച്ചാലും, ഉദാത്തമായ നിലയിൽ ത്യാഗോജ്ജലമായി സ്വയം പരിത്യജിച്ച് ജീവിച്ചാലും, സ്നേഹമെന്ന പ്രാധാന്യമേറിയ ആ ഗുണം, ആ ദൈവിക ഗുണം നമ്മൾ ഇല്ലെങ്കിൽ നമ്മുടെ സകല പ്രയത്നവും സകല ശുശ്രൂഷയും കൃപാവരങ്ങളും നിഷ്പ്രയോജനമാണ്, ഏതുമില്ല എന്ന് തീർത്തു പറയാണ് അപ്പോസ്തലൻ. ഈ വാക്കുകൾ കുറിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നമ്മളൊക്കെ എത്രമാത്രം സ്നേഹാധിഷ്ഠിതമായ ജീവിതം, സ്നേഹാധിഷ്ഠിതമായ ആത്മീയ ശുശ്രൂഷ, കൃപാവരങ്ങളുടെ ശുശ്രൂഷ
ഞാനും നിങ്ങളും നിവർത്തിക്കുവാൻ കടപ്പെട്ടവരാണ്. എത്രമാത്രം പ്രാധാന്യതയോടുകൂടിയാണ് അപ്പോസ്തലൻ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം. ധാരാളം അറിവുകൾ വചനത്തെക്കുറിച്ചും അനുഭവങ്ങൾ, വർഷങ്ങളുടെ പാരമ്പര്യമൊക്കെ നമുക്കുണ്ടെങ്കിലും നമുക്കൊക്കെ ജീവിതത്തിൻ്റെ ചില ചിട്ടകളും കാര്യങ്ങൾ നിർവഹിപ്പാനുള്ള ചില ജീവിത ശൈലിയും ആത്മീയതയുടെ ഒരു പൊതുശൈലിയും ചിട്ടുകളൊക്കെ നമുക്ക് പരിചയമാണെങ്കിലും അവയൊക്കെ മാറ്റിവെച്ച് എൻ്റെ ജീവിതവും എൻ്റെ ശുശ്രൂഷയും, പ്രത്യേകിച്ച് കൃപാവരങ്ങൾ ശുശ്രൂഷിക്കുമ്പോഴും അത് സ്നേഹാധിഷ്ഠിതമായി നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധനയ്ക്ക് ഇന്ന് ദിവസം നമുക്ക് നമ്മെ തന്നെ കണ്ടെത്താം. സ്നേഹാധിഷ്ഠിതമായി എന്ന് പറയുമ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള നമുക്കൊക്കെ കാഴ്ചപ്പാടുകൾ പലതാണ്. പലപ്പോഴും സ്നേഹം നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, നമ്മെ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കുക, നമ്മെ തേടി വരുന്നവരെ നമ്മളും തേടിപ്പോവുക, നമുക്ക് വേണ്ടി ചെലവിടുന്നവർക്ക് വേണ്ടി ചെലവിടുക, നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവർക്ക് ത്യാഗം സഹിക്കുക, നമ്മളെ കരുതുന്നവരെ തിരിച്ചു കരുതുക. ഇതൊക്കെയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ പലപ്പോഴും നിർവചനം. എല്ലാവരിലും എപ്പോഴും ഇത് തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഒട്ടുമിക്ക ജനവും ഈ നിലയിലൊക്കെയാണ് സ്നേഹത്തെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മൾ പാപികളായിരുന്നു, ബലഹീനരായിരുന്നു, അഭക്തരായിരുന്നു, ശത്രുക്കളായിരുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. ഉദാത്തമായ സ്നേഹം ദൈവത്തിലാണ്. അപ്പോൾ അതേ നിലയിലുള്ള ഒരു സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. വലിയ കൽപ്പന ഏതാണെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോഴും കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ശക്തിയോടും കൂടെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, രണ്ടാമത്തേത് ഒന്നാമത്തിനോട് സമം എന്നൊക്കെയാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും വലിയ കൽപ്പന സ്നേഹമാണ്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിലും സമൂഹത്തോട് ബന്ധത്തിലും ദൈവത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് നാം ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ സ്നേഹാധിഷ്ഠിതമായ ജീവിതവും സ്നേഹാധിഷ്ഠിതമായ ശുശ്രൂഷയുമാണ് ദൈവത്തിന് അഭികാമ്യമെന്നത് തർക്കമറ്റ കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടും ആത്മീയതയുടെ ഒരു പൊതുവീക്ഷണവും നിർവചനവും കാണും. പക്ഷെങ്കിൽ അത് ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും വിലയുള്ളതല്ല. ദൈവം കാണിക്കുന്ന റൂട്ടിലും കർത്താവ് തരുന്ന നിർവചനത്തിലും നമ്മൾ ഒതുങ്ങി നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനോ ശുശ്രൂഷയ്ക്കോ അർത്ഥമുള്ളൂ എന്നാണ് കർത്താവ് പറയുന്നത്. 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ സ്നേഹത്തിൻ്റെ വിവിധ ഗുണവിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണ്. ക്വാളിറ്റീസ് ഓഫ് ലവ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അപ്പോൾ കൃപാവരങ്ങളൊക്കെ നീങ്ങിപ്പോകാം. പല ദൈവഭൃത്യന്മാരും കുറേ നാളുകൾക്ക് ശുശ്രൂഷയെ ശോഭിക്കുന്നു, പിന്നെ ആ ശുശ്രൂഷ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. കർത്തദാസിമാരാണെങ്കിലും ശുശ്രൂഷ അനുഭവം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ വളരെ ബദ്ധശ്രദ്ധ ആവശ്യമുണ്ട്. അത് നീങ്ങിപ്പോകാം. എന്നാൽ സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. അതെപ്പോഴും നിലനിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയും നിലനിൽക്കണമെങ്കിൽ സ്നേഹാധിഷ്ഠിതമായി ഇതിനെ കണ്ട് സ്നേഹാധിഷ്ഠിതമായി ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ എന്നാണ് ഇവിടെ അപ്പോസ്തലൻ കുറിക്കുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ അംശമായി നമ്മൾ അറിയുന്നു, എന്നാൽ പൂർണ്ണമായി വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകും. പല വ്യാഖ്യാനങ്ങളുണ്ട്, ഞാൻ അതേക്കുറിച്ച് ഓർപ്പിക്കുകയല്ല. കർത്താവിൻ്റെ വരവോളം ഈ ശുശ്രൂഷയുടെ നിലനിൽപ്പുണ്ട് എന്നത് തർക്കമറ്റ കാര്യമാണെന്ന് ഒറ്റ വാക്കിൽ ഞാൻ ആ ഭാഗം പറഞ്ഞു വിടട്ടെ. ഈ അധ്യായം തീരുമ്പോൾ 3 പ്രധാന കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലൻ കുറിക്കുകയാണ്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. പക്ഷേ ഇതിൽ വലുതോ സ്നേഹം തന്നെ. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ പ്രിയമുള്ളവരെ. സ്നേഹാധിഷ്ഠിതമായ ജീവിതം, സ്നേഹാധിഷ്ഠിതമായ ശുശ്രൂഷ, അതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചത്. ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ സ്വന്തം പുത്രനെ നമുക്ക് വിട നൽകി. പുത്രൻ നമ്മെ സ്നേഹിച്ചപ്പോൾ സ്വന്തം ജീവനെ നമുക്ക് വിട നൽകി. ദൈവത്തെ സ്നേഹിപ്പാനും നമ്മുടെ സമൂഹത്തെ സ്നേഹിപ്പാൻ, കൂട്ടുവിശ്വാസികളെ സ്നേഹിപ്പാൻ വിശുദ്ധ വചനം നമുക്ക് തരുന്ന ആ കർത്തവ്യബോധം ശിരസ വഹിക്കാം. നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാ കൃപാവര ശുശ്രൂഷയും സ്നേഹാധിഷ്ഠിതമായി തീരട്ടെ. കൊരിന്ത്യർ സഭയിൽ കൃപാവരങ്ങൾ കുറവില്ലെങ്കിൽ പോലും കൃപാവരങ്ങളുടെ ഉപയോഗത്തിൽ പല
തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ മിസ്ഹാൻഡ്ലിങ് ഓഫ് ഗോഡ്സ് ഗിഫ്റ്റ്സ്, കൃപാവരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഭീമമായ പരാജയം അവർക്ക് സംഭവിച്ചിരുന്നു, അപാകതകൾ ഉണ്ടായിരുന്നു എന്ന അപ്പോസ്തലന്റെ തിരിച്ചറിവാണ് ഈ അധ്യായം ഇങ്ങനെ കുറിക്കാൻ തന്നെ കാരണം. അപ്പോൾ തന്നെ അത് കൊരിന്തിയ സഭയ്ക്ക് മാത്രമല്ല, എക്കാലത്തുമുള്ള ദൈവമക്കൾ കരുതി പോരേണ്ടുന്ന ഒരു സത്യമാണെന്നുകൂടെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ നിശ്ചയമായി നിഷ്കളങ്കമായ ദൈവസ്നേഹത്തിൽ ജീവിപ്പാനും ശുശ്രൂഷ നിർവഹിപ്പാനും നമുക്ക് കഴിയട്ടെ. എങ്കിൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂ, അതിന് നിലനിൽപ്പുള്ളൂ, ദൈവമുമ്പിൽ മാന്യതയും പ്രാധാന്യതയുള്ളൂ. നമുക്കതിനായി ബദ്ധശ്രദ്ധയോടെ നമുക്ക് കരുതാം, അതിനായി നമുക്ക് സമർപ്പിക്കാം, ജീവിതത്തെ അതിനായി നമുക്ക് ഏൽപ്പിക്കാം. നിശ്ചയമായും നമ്മളുടെ ജീവിതത്തിലൂടെ ശുശ്രൂഷയുടെ സ്നേഹം ലോകമറിയട്ടെ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ നമുക്ക് ദേശങ്ങളെ കർത്താരോട് നേടുവാൻ കഴിയും എന്ന നിസ്തർക്കമായ കാര്യമാണ്. മിശ്രീ വരിമാരുടെയൊക്കെ ജീവിതം ത്യാഗോജലമായ ജീവിതമായിരുന്നു. ധാരാളം മിശ്രീ വരിമാർ ലോകത്തിൻ്റെ പല ഭാഗത്തും ഭാരതത്തിലും ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുണ്ട്. അതിനൊക്കെ അവരെ പ്രേരിപ്പിച്ചത് ദൈവസ്നേഹമായിരുന്നു. ആ ജീവിതവും ആ അവരുടെ ശുശ്രൂഷകളും ദൈവർ കൊടുത്ത കൃപാവരങ്ങളും അത് നിരർത്ഥകമായില്ല. അതൊക്കെ സാധ്യമായി. ഒരു പക്ഷെങ്കിൽ നമ്മളൊക്കെ അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ പിൽക്കാല ഉൽപ്പന്നങ്ങളായി നമുക്ക് സ്വയം നമ്മെ തന്നെ അങ്ങനെ സമർപ്പിക്കാൻ കഴിയുമെന്ന് എൻ്റെ പ്രത്യാശ. അവരൊക്കെ വെച്ച ജീവിതത്തിൽ ഉദാത്തമായ മാതൃകയാണ് നമുക്കും കൂടുതൽ പ്രചോദനം നൽകുന്നത്. ക്രിസ്തുവിലൂടെ പ്രാപിച്ച ഉദാത്തമായ മാതൃക കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ നാം കാണുന്നു. ആ അനുഗ്രഹീതമായ ആത്മീയ പൈതൃകത്തിൻ്റെ ഒരു കണ്ണിയായി തീരുവാൻ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അങ്ങനെയുള്ള സ്നേഹം ജീവിതത്തിലൂടെയും ശുശ്രൂഷയുടെ ലോകത്ത് നമുക്ക് പകരാം. കർത്താവിനായി നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.